ഇതാണ് എൻ്റെ മോള് റംഷീന. മരണത്തിന് കാരണക്കാരനായ ആളാണ് ഫൈസൽ അടുത്തുള്ളത്. അവള് കഴിഞ്ഞ വ്യാഴാഴ്ച ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തതായിട്ട് കാണപ്പെട്ടു. പിന്നെ എന്താണ് ഇതിന് നടപടി എടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. വളാഞ്ചേരി പൈങ്കണ്ണൂർ സ്വദേശിയായ ഫൈസലിന്റെ ഭാര്യയായ 31-കാരി റംഷീന വീടിന്റെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് മാതാവും സഹോദരനും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് പലതവണ യുവതിയെ ഭർത്താവ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായി വീട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ജനുവരി 25-നാണ് മലപ്പുറം വിളയൂർ ചെറുതൊടി സൈനബയുടെ മകൾ റംഷീന വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഭർത്താവിന് മറ്റൊരു യുവതിയുമായി ബന്ധമുള്ളതായി മകൾ പറഞ്ഞിരുന്നുവെന്നും ഇത് അവൾ ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും മാതാവ് സൈനബയും സഹോദരൻ ജംഷാദും പറഞ്ഞു. തന്റെ സഹോദരി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും എല്ലാവർക്കും പ്രശ്നമുണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്തിരുന്നത് അവളായിരുന്നുവെന്നും ജംഷാദ് പറഞ്ഞു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം പറഞ്ഞു. തന്റെ മാതാവിന്റെ മരണത്തിൽ പിതാവിനെ തന്നെയാണ് 10ഉം 5ഉം വയസ്സുള്ള 2 മക്കളും സംശയിക്കുന്നത്. പിതാവിന്റെ കൂടെ തങ്ങൾ ഇനി പോകില്ലെന്നാണ് മക്കൾ പറയുന്നത്. 2011 സെപ്റ്റംബർ 11-നാണ് പൈങ്കണ്ണൂർ സ്വദേശിയായ ഫൈസൽ റംഷീനയെ വിവാഹം കഴിക്കുന്നത്. വിവാഹ സമയത്ത് 50 പവൻ സ്വർണവും തവണകളായി 4 ലക്ഷം രൂപയും നൽകിയിരുന്നു. ഇത് പോരെന്നും കൂടുതൽ പണം വേണമെന്ന് കാണിച്ച് റംഷീനയെ ഫൈസൽ ഉപദ്രവിച്ചിരുന്നതായും വീട്ടുകാർ ആരോപിക്കുന്നു. ഇതാണ് എൻ്റെ മോള് റംഷീന. മരണത്തിന് കാരണക്കാരനായ ആളാണ് ഫൈസൽ അടുത്തുള്ളത്. ഇവനാണ് കുട്ടിനെ മർദ്ദിക്കും വെറും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. ഇവൻ്റെ മർദ്ദനത്തിൽ എന്തെങ്കിലും പറ്റുമോ എന്താന്നുള്ളത് അറിയില്ല. നല്ല അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തലേ ദിവസം കുട്ടിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് എന്ന്. ഇത്രയും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ ഉമ്മയാണ് അത് കൈകാര്യം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെയൊക്കെ വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ വിവരം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വിളിച്ചിട്ട് ആളെ വിളിക്കണ ഒരു ഇതുണ്ട്. ഈ ഉമ്മ കൊണ്ടിയില്ല. മരണം കഴിഞ്ഞ് ഞങ്ങളൊരു പ്രാവശ്യം ആദ്യത്തെ കോള് വന്നു. ആ കോള് വന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വിളിച്ചപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് ഞങ്ങൾ വിളിക്കുന്നത്. കുട്ടി മരിച്ചെടുക്കാൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഫോണിലേക്ക് തിരിച്ച് വിളിച്ചപ്പോൾ ഈ ഉമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഫോൺ അവർ കൈക്കലാക്കിക്കണം. പിന്നെ കുട്ടികൾക്ക് വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കൂല, വീട്ടിൽ വന്ന് നിൽക്കാൻ അവർ സമ്മതിക്കൂല. അങ്ങനെ പല രീതിയിലും അവർ പല ഉപദ്രവങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിന് നടപടി എടുത്തിട്ട് എൻ്റെ കുട്ടിക്ക് നീതി കിട്ടണം. 11 വയസ്സ്, ഒരു കുട്ടിക്ക് 10 വയസ്സ്, ഒരു കുട്ടിക്ക് 5 വയസ്സ്. അപ്പൊ അവരെ സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, കുട്ടികൾ പറയുന്നത് ഞങ്ങളുടെ ഉമ്മാനെ കൊന്ന ഉപ്പാനെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യം. അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പിന്നെ എന്താ പറയാ, കുട്ടികൾ വളരെ ഡിപ്രസ്ഡ് ആണ്. അവര് ഇന്നലെ അവിടെ അതിന്റെ ഇടയ്ക്ക് മരണം കഴിഞ്ഞതിന് ശേഷം അന്ന് അവനൊന്നും വന്നിട്ടില്ല. അപ്പൊ സാധാരണ നമ്മൾ 12 വർഷം അവന്റെ കൂടെ അവന്റെ ഒരു ജീവിത പങ്കാളിയായിട്ട് മരണപ്പെട്ട കുട്ടിയുടെ ബോഡി എടുക്കാൻ പോലും അവൻ വന്നിട്ടില്ല. അത് അവിടുന്ന് കണ്ടു ജസ്റ്റ് ഒന്ന് നോക്കി എന്നല്ലാതെ അവന് ഇവിടെ വീട്ടിൽ വരെ അതിന്റെ മറവും കബർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മളോടൊരു ദുഃഖാചരണം പോലെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല. അവന് ജസ്റ്റ് ഇത് കഴിഞ്ഞു. അതിന് ശേഷം അവരുമായിട്ട് അവരുടെ കുടുംബക്കാർ കുറെ ആൾക്കാരായിട്ട് വന്നു, നമ്മളവിടെ വന്നു. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഇതുണ്ടാവുമല്ലോ, അതുപോലും അവൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിലൊക്കെ എന്താ വെച്ചാല്, ഇതിലൊക്കെ ഞങ്ങൾക്ക് നല്ല ദുരൂഹത ഉണ്ട്. അവനക്കെതിരെ കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കണം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക്. അവന് ഗവൺമെന്റ് സർവീസിലുള്ളത് പൈങ്കണ്ണൂർ LP സ്കൂളിലാണ്. ഗവൺമെന്റ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഈ മർദ്ദനങ്ങൾക്ക് സാക്ഷികളാണ്. അപ്പോൾ അത് എവിഡൻസ് തന്നെയാണ്. അത് പ്രധാന തെളിവ് തന്നെയാണ്. കുട്ടികളുടെ മൊഴിയാണ് പ്രധാന മൊഴിയില്ല. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ ദുരൂഹത ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ കേൾക്കുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ ഫുള്ള് സപ്പോർട്ട് വേണം. വേറെ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ കഴിയാത്ത ആളാണ്. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. നമ്മൾ ഇതൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇടയിൽ
ഒരു പ്രാവശ്യം ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി +1 +2 പഠിക്കുന്നു, ഈ പറയപ്പെട്ട സ്ത്രീക്ക്, അപ്പൊ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീക്ക്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവള് വിളിച്ചപ്പോൾ അവരെ +2 പഠിക്കുന്ന കുട്ടിയാണ് ഫോൺ എടുത്തത്. അപ്പൊ കുട്ടിനോട് ഇവള് പറഞ്ഞു, ഇങ്ങനെ എന്റെ ഹസ്ബൻഡുമായിട്ട് നിന്റെ അമ്മക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് പിന്നെ നീ പറഞ്ഞിട്ട് ഇതാക്കണം. നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഇവൾ അറിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ ഇവളെ റംഷീനെ വിളിച്ചിട്ട് പിന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചു, അസഭ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മെല്ലി ഇതാക്കി. പിന്നെ ഫൈസലിനോട് പറഞ്ഞ് ഫൈസലിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമായ മർദ്ദനം ഉണ്ടായിരുന്നു റംഷീനൊക്കെ. അവരെ ഫോൺ മേടിച്ചു വെക്കുക, പല രീതിയിലും മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം അവള് ഉമ്മാക്ക് വിളിച്ചിട്ടുണ്ട്, ഉമ്മ അവർക്ക് വിളിച്ചിട്ടുണ്ട് കുറെ ദിവസമായിട്ട്. അപ്പൊ 2 ദിവസം നമ്മൾ റിപ്പബ്ലിക് ആയതുകൊണ്ട് ഒരു ഹോളിഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവര് പിന്നെ 3 ദിവസം കണ്ടിന്യൂസ് ലീവല്ലേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങോട്ട് വീട്ടിൽ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവളെ എല്ലാ ഡ്രസ്സുകളെല്ലാം റെഡിയാക്കി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. അതിന്റെ ഒരു ഇതിലാണ് അവന് പിന്നെ അവളെ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്ത്. പിന്നെ അവന് ഇവര് സംഭവം നടക്കുന്ന സമയത്ത് വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഇത് ബോഡി കാണപ്പെട്ടത്. അവിടെ സാധാരണ ഒരു താമസിക്കാറ് പിന്നെ ഒരു കിടക്കാറും ഉറങ്ങാറൊക്കെ താഴത്തെ റൂമിലാണ്. മേലക്ക് അവൻ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനും മാത്രമാണ് പോവാറ്. അങ്ങനെ അത് ഒരു ഇതില് പിന്നെ ഉമ്മ വിളിച്ചപ്പോൾ അവള് പിന്നെ പെങ്ങള് കരഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു കരയണ്ട, എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, നീ ഇപ്പൊ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ഉമ്മ സമാധാനിപ്പിച്ചു. പിന്നെ ഞാനവിടെ പുറത്തായിരുന്നു. ഞാൻ രാവിലെ ഉമ്മാക്ക് ഫോൺ വിളിച്ചപ്പോഴാണ് അവിടുന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ പിന്നെ പെങ്ങൾക്ക് നെഞ്ചുവേദനയാണ്, ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അവന്റെ ബന്ധുവായിട്ടുള്ള ആരാണോ വിളിച്ചു കൊണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കോളാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വിളിച്ച് അവിടെ തിരിച്ചു വിളിച്ചു നോക്കാണ്ട് ഞാൻ നമ്പർ മേടിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ആള് സൂയിസൈഡാണ്, പിന്നെ ജനലിലാണ് തൂങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിവരം അറിയിച്ച് അങ്ങനെ നമ്മളെ കുടുംബക്കാരെല്ലാവരെയും അറിയിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനുണ്ടായത്. പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, എന്തായാലും ഞങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യാണ്. അതിപ്പോ സൂയിസൈഡ് ആണെന്നുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ ഒരു ഇരിക്കുന്ന ഒരു കണ്ട ചുമലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പിന്നെ ഒരു നോർമൽ വിൻഡോ ആണ്. അതിൽ അത്യാവശ്യം അവൾ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. അപ്പോൾ അവൾക്ക് ഇരുന്ന് കഴിഞ്ഞാലും കാല് 2 നിലത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു പൊസിഷനിൽ എങ്ങനെ സൂയിസൈഡ് അത് എങ്ങനെയാ വരുന്നത്, എങ്ങനെ അത് പിന്നെ എത്രത്തോളം എഫക്റ്റ് ആണെന്നുള്ളതൊന്നും നമുക്ക് അതിന്റെ ശാസ്ത്രീയ വശമൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ സംഭവം നടക്കുന്ന അന്ന് രാവിലെ ഏകദേശം 2:30 മണിക്ക് അവളെ വീതിയോടെ പുറത്ത് റോഡരിയിൽ കണ്ടുവന്ന് നമ്മുടെ ഇവിടുന്ന് ഫിഷിങ്ങിന് പോകുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് ഈ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒക്കെ പോയപ്പോൾ അവർ പറഞ്ഞു ഈ കുട്ടീനെ ഞങ്ങൾ തലേദിവസത്തോടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അതൊരു സംശയമാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം SP-ക്ക് പരാതി കൊടുത്തു, ഇവിടുത്തെ മലപ്പുറം SP-ക്ക് പരാതി കൊടുത്തു. സാറ് നല്ല സഹകരണമായിരുന്നു. സാർ അപ്പം തന്നെ വളാഞ്ചേരി സർക്കിളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടുത്തെ സ്ഥലം SI-ക്ക് പരാതി കൊടുത്തു. SI ആണ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ CI-നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്കിതൊരു പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അവരൊരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവരൊരു കോംപ്രമൈസ് ടോണാണ് നമുക്ക് തോന്നിയതാണ്. നമ്മൾ പോലീസിനെ ബ്ലെയിം ചെയ്യല്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. പിന്നെ ഇവനെ ഈ ഒരു പ്രേരണ നടത്തിയതിന് ഒരുപാട് കാര്യങ്ങൾക്ക് 12 ഇയേഴ്സ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 12 വർഷമെന്ന് പറഞ്ഞു. അതിൽ 10 വർഷം അവളെ നന്നായിട്ട് അവന് ക്രൂരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനക്കത് അങ്ങനെ ബന്ധം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അവളെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ബോൾഡ് ആയിട്ടുള്ള കുട്ടീനെ ഇങ്ങനൊരു പിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എനിക്കാകെ ഞങ്ങൾ വീട്ടിൽ 3 പേരാണ്. ഞാനാണ് എൽഡർ ബ്രദർ, എന്റെ താഴെയാണ് എന്റെ പെങ്ങള്, പിന്നെ ഒരു അനിയന്. ഞങ്ങൾക്ക് ആകെ ഒരു പെൺകുട്ടിയുള്ളൂ. നമ്മളെ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പെങ്ങളോട് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാ ദുഃഖമാണ്. 31 വയസ്സ്. ടൂർ പോയത് അവരെ സ്കൂളില് പിന്നെ മൂത്ത മോനാണ് അവരെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ആ കുട്ടീനായിട്ടാണ് ടൂർ പോയത്. ഹസ്ബൻഡ് അവിടെ ടീച്ചറാണ്. അവിടെ സ്കൂളിൽ പുള്ളിയും പോയിരുന്നു. ഹസ്ബൻഡ് അവരെ സ്കൂളിൽ നിന്ന് പോയ ടൂറാണത്. പിന്നെ TTC BA ഒക്കെ കംപ്ലീറ്റ് ആക്കി
3 മാസത്തോളം ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെയുള്ള ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. പിന്നെ അവരെ കുടുംബത്തിൽ നിന്ന് തന്നെ അവർ പറയാറുണ്ട്, റംഷീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്. അവള് പല കാര്യങ്ങൾ പിന്നെ ലൈഫിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതും. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു ഷോക്കായിട്ടാണ് നമ്മളിത് ഇത് കണ്ടത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 12 വർഷമായി. അതായത് 2011 സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം 1 വർഷം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവര് നല്ല രീതിയിൽ തന്നെ പിന്നെ കുടുംബജീവിതം നയിച്ചു പോയിരുന്നു. പിന്നെ ഏകദേശം 1 വർഷം കഴിഞ്ഞതിന് ശേഷം, കുട്ടി ഉണ്ടായതിനു ശേഷമാണ് അവർക്ക് നമ്മൾ കല്യാണം നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു സ്വർണ്ണാഭരണം മഹറായിട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഏകദേശം 50 പവന് ഗോൾഡ് അവർക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ഗോൾഡ് പോരാ എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ ഉമ്മയും പിന്നെ ഇവനും പല രീതിയിലും അവരെ പിന്നെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു, മെന്റൽ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അതങ്ങനെ തുടർന്നു പോയി. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അവള് പലപ്പോഴായിട്ട് അവൾക്കൊരു 4 ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ കുട്ടി എങ്ങനെയും ജീവിച്ചു പോട്ടെ, കാരണം നമ്മളെ രീതിയിൽ നമ്മളെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അവളെങ്ങനെയും അവന്റെ കൂടെ കഴിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തിരുന്നു. അതിനിടയ്ക്ക് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടന്നത് വെച്ചാൽ വീട്ടിൽ നിന്ന് നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവള് നമ്മളെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ അവൾ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കും. അപ്പൊ അവനും അവന്റെ ഉമ്മയും വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവർ പറയും പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഇവള് TTC കഴിഞ്ഞതാണ്. അപ്പൊ അവൾക്ക് ഒരു ജോലിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ TTC കംപ്ലീറ്റ് ആക്കി നമ്മളവിടെ എല്ലാം നമ്മൾ തന്നെ വഹിച്ചിട്ടുണ്ടായിരുന്നു. അവർ ജോലിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതിന് ഡൊണേഷൻ ആയിട്ട് ഒരു 25 lakhs വരെ ഇപ്പൊ ഗവൺമെന്റിൽ പിന്നെ എയ്ഡഡ് സ്കൂളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 25 lakhs വരെ വേണം. അപ്പൊ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല സമയങ്ങളിലായിട്ട് അവരെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൊടുക്കുന്നില്ല എന്നുണ്ടപ്പോ പല രീതിയിലും അവളെ മർദ്ദിക്കുക ഉണ്ടായിരുന്നു. കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അസഭ്യം പറയാൻ, മർദ്ദിക്കുക, അങ്ങനെ മെന്റലി അവര് വളരെ ഡിപ്രസ്ഡ് ആക്കിയിരുന്നു കുട്ടീനെ. പിന്നെ എന്താ പറയാ, ഇപ്പൊ അടുത്താണ് ഏകദേശം ഞങ്ങള് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോ ഏകദേശം 1 year ആയിട്ട് ഒരു പിന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന വേറൊരു സഹപ്രവർത്തകയായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് ഏകദേശം 1 year ആയിട്ട് ഉണ്ട് എന്നാണ് ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. പക്ഷെ അവള് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളിപ്പോ ഏകദേശം 2 മാസം മുമ്പാണ് ഞങ്ങളോട് പറഞ്ഞത്. കാരണം അവളെ രീതിയിൽ തന്നെ റെസിസ്റ്റൻസ് പല രീതിയിലും അവള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് അവള് പിന്നെ തുടക്കത്തിൽ അവള് പറഞ്ഞത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലക്കാണ് അവള് കരുതിയിരുന്നത്. പിന്നീട് അത് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി. അവര് പല സമയങ്ങളിലും ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ടൂർ പോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരുന്നു ഉള്ളത് ഇപ്പോൾ അവിടെ നാട്ടുകാർക്കൊക്കെ ഒരുവിധം അറിയാം. നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു ഇതെല്ലാവർക്കും അറിയാം. പിന്നെ പല രീതിയിൽ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി. ആ സമയത്തൊക്കെ ഫോൺ കോളുകൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. കുട്ടികളത് കണ്ടു. പല പിന്നെ വാട്സപ്പ് മെസ്സേജുകളും ഇതൊക്കെ കുട്ടികൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിനൊക്കെ കുട്ടികൾ സാക്ഷിയാണ്. പിന്നെ അതിനുശേഷം ഇവള് ഒരു പ്രാവശ്യം അവരെ പേരൻസ് മീറ്റിംഗ് ഉള്ള സമയത്ത് അവളെ പിന്നെ സ്കൂളിൽ പോയി. അപ്പൊ പേരൻസ് മീറ്റിംഗിൽ ഇവൻ പറഞ്ഞു, ഈ പോരണ്ട, ഞാൻ പോയാൽ മതി, ഞാനും പേരന്റ്. അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മൂത്ത കുട്ടി, അത് 2 കുട്ടികളുള്ളത്. മൂത്ത കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോ ഇവൻ പറഞ്ഞു, ഞാൻ പോയാൽ മതി, നീ പോരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പിന്നെ ബൈ ഫോഴ്സിൽ പോയി അവിടെ സ്കൂളിൽ പോയി ആ പറയപ്പെട്ട ടീച്ചറോട് സംസാരിച്ചു. അപ്പൊ ടീച്ചറോട് ഇത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ ടീച്ചർ ഒരിക്കലും പിന്തിരിക്കുന്നില്ല. ടീച്ചർ അത് വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാണ് ചെയ്തത്. മൊത്തത്തിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യണം, മെന്റലി ടോർച്ചറിങ്ങും ഇൻസൾട്ടിങ്ങും ആണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇവള് പൈസയിൽ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇവളെ കുറെ മർദ്ദിക്കുണ്ടായി. ഒരുപാട് പിന്നെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിനൊക്കെ ഉമ്മ മൗന സമ്മതമാണ്. അതായത് ഉമ്മ ഇത് ജസ്റ്റ് അവന്റെ ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ മാത്രമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും, ഉപ്പന്റെ ഉപ്പില്ല, ഉപ്പ മരണപ്പെട്ട ജോലിയാണ് അവനക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മ പിന്നെ അത് മറ്റുള്ള കുടുംബത്തിലെ ബന്ധപ്പെട്ട ആൾക്കാരോടും പറയേണ്ടതായിരുന്നു. പക്ഷെ ഉമ്മ അത് പിന്നെ എന്തുകൊണ്ടോ അറിയില്ല, അവർ പറഞ്ഞില്ല. അവര് അതിനൊരു മൗനസമ്മതം പോലെയാണ് കൊടുത്തിട്ടുണ്ടായത്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞ പിന്നെ ഞാനിവിടെ അല്ല, ഞാൻ വിദേശത്തായിരുന്നു. ഇപ്പയും ഉമ്മയും അവിടെ പോയിട്ട് അവരെ വീട്ടിൽ തന്നെ ഒരു ബന്ധുവും അയൽവാസിയും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാളുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട് അവര് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി. അപ്പൊ അവരെ ഉറപ്പിൽ അവര് ഞങ്ങളോട് പറഞ്ഞു, ഇനി മേലിൽ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ അവരെ പിന്നെ ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞിട്ട് പെങ്ങളോട് പറഞ്ഞിട്ട് അവള് 12 മണി കഴിഞ്ഞിട്ടാണ്, രാത്രി 12 മണി വരെ പുറത്തു നിന്ന്, വീടിന്റെ പുറത്ത്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട്.
ഇവര് ഫോണല്ല ഇവർ മേടിച്ചേക്കാണ്. ഇവർ ഒരിക്കലും ഫോൺ കൊടുക്കുക അല്ലെങ്കിൽ കുട്ടീനെ അങ്ങനെ മെന്റലി ടോട്ടൽ ടോർച്ചറിങ് ആണ്. ഫോൺ മേടിച്ചേക്കുക, വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ ഒരു നിരക്ക് നമ്മളോട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ജീവിക്കും, നീ എന്താ ചെയ്തോ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അവൾക്ക് ഭർത്താവുണ്ട്, ഭർത്താവ് ഗൾഫിലാണ്, +2 പഠിക്കണി, +1 പഠിക്കണി, 2 മക്കളുണ്ട്. അവൾ എൻ്റെ കൂടെ ജോലി ചെയ്യാണ്. ഇവന് സ്കൂളിട്ട് വരും, സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും കറങ്ങാൻ പോകും, അത് ഇവള് കാണും. പിന്നെ ഇവൻ തന്നെ കുറ്റിപ്പുറം ഒരു റൂം എടുത്തിട്ട് അവിടെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരാണ് ഇവിടെ വീട് തോന്നുന്നത്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ ഫുള്ള് ടൂറാണ്. ടൂറ് പോയി വന്ന ഇവന് 3 ഫോണുണ്ട്. ഇതിൽ ഒരു ഫോണിൽ ഇവന് സ്കൂളിൽ വെച്ചിട്ട് ചാറ്റ് ചെയ്യും, ഒരു ഫോണ് വേറൊരു ഫോൺ, പിന്നെ ഇവൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോൺ. അപ്പോൾ ഇവൻ്റെ ഈ ചാറ്റ് ചെയ്യുന്ന ഫോണുകൾ ഒരു ദിവസം കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ വെച്ച് വേണ്ട തിരക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അടുത്തുള്ള അവളൊരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് മധ്യസ്ഥ പറഞ്ഞ് അതിനത് പിന്നെ ഇല്ലാതാക്കിയതാണ്. അപ്പോൾ അത് എന്നോട് വിളിച്ച് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം, ഈ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് വീട്ടിലേക്ക് പോരെ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാം, എന്തിനാ പേടിക്കണത്, അല്ലെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പിന്നെ കുട്ടികളും ഇതായിട്ട് ജീവിക്കണം, അപ്പോൾ ഞാൻ അവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും, എനിക്ക് അവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞോളൂ. പിന്നെ ഇവൻ പറഞ്ഞു പിന്നെ ഈ എന്താ ചെയ്തോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ, ഞാൻ പോകും, അങ്ങനെ ഈ മരിക്കണമെങ്കിൽ മരിച്ചോ അവനോട് പറഞ്ഞു എന്നാണ് പറയണം. അതാണ് അവൾ പറഞ്ഞത്, ഈ മരിക്കണമെങ്കിൽ ഈ മരിച്ചോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, ഈ എത്രത്തോളം ചെയ്യുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ ക്രൂരായിട്ട് ഓരോന്ന് ഉപദ്രവിക്കുക, അടിക്കുക. ഇവന് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അതിലൊക്കെ ഉമ്മ ഉണ്ട് അവിടെ, ഉമ്മ ഒന്നും പറയില്ല, ഉമ്മ ഒന്നും പറയാനില്ല. ഉമ്മക്ക് ഇങ്ങനെ കുട്ടീനെ അങ്ങനെ ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നടന്ന സമയത്ത് ഈ ഉമ്മ വിളിച്ചിട്ട് എന്നോട് വിവരം പറയേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ വന്ന് കുട്ടീനെ കൊണ്ടുപോയിക്കോളിന്ന്. ഞാനൊരു ഉമ്മയാണ്, എനിക്കൊരു മരുമകളുണ്ട്, ഞാൻ പറയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ഉമ്മ മുണ്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല, മരിച്ചിട്ട് മയ്യത്ത് കണ്ടിട്ടില്ല. ഉമ്മ മരിച്ച് 3-ാം ദിവസമാണ് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നത്, ഉമ്മയും മോനും. അവർ ഞങ്ങൾ ചെന്നിട്ട് മയ്യത്ത് കാണി, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ മയ്യത്ത് മുകളിൽ നിന്ന് ഇറക്കി അങ്ങനെ ആംബുലൻസ് കയറ്റി കൊണ്ടുവന്നു, അവർ കണ്ടിട്ടില്ലൊന്നും. പിന്നെ ഇവിടെ 3-ാം ദിവസമാണ് അവർ വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അവർ ഒരു ഇതിലും ഒരു അനുകൂലമായിട്ടൊരു ഇതുമില്ല. ഇവർ ഭയങ്കരമായിട്ട് മർദ്ദിക്കുക. ഇവർക്ക് മുതൽ വേണം, പൈസ വേണം, പൈസ കൊടുത്താൽ അവർക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.